കല്ലങ്കണവ മസാല ഫ്രൈ റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? കണവ കിട്ടിയാൽ ഇതുപോലെ പാചകം ചെയ്ത് നോക്കിയോ, കിടിലൻ ടേസ്റ്റാണ്. റെസിപ്പി പറഞ്ഞുതരാം. അവധി സമയത്ത് ഫ്രീ ആയിട്ടുള്ളപ്പോൾ മീൻ മേടിക്കാൻ പോകാറുണ്ട്. അങ്ങനെ പോയപ്പോൾ പൂന്തുറ കടപ്പുറത്ത് നിന്ന് ലേലം പറഞ്ഞ് മേടിച്ചതാണ് ഈ 3 ഐറ്റം. തിരുവനന്തപുരം സൈഡിൽ ഇതിനെ കല്ലങ്കണവ എന്നാണ് പറയുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ ഇതിലെ മെനക്കെട്ട പണി. ഈ ഒരു സംഭവം നമ്മൾ എത്ര സൂക്ഷിച്ച് കട്ട് ചെയ്താലും ചിലപ്പോൾ ഒക്കെ പൊട്ടിപ്പോവും. ചില ജാപ്പനീസ് ക്യൂസിനിലൊക്കെ ഈ ഒരു ഐറ്റം ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ മലയാളീസ് ഇതൊന്നും യൂസ് ചെയ്യാറില്ല. സിംഗിൾ കളഞ്ഞിട്ട് ടാപ്പ് തുറന്നു വിട്ടപ്പോൾ ഉള്ള അവസ്ഥ കണ്ടോ? ഇനി എടുക്കുന്ന ഈ ഒരു ബോണ് നമ്മുടെ വീട്ടിലെ പെറ്റ് ബേർഡ്സിനൊക്കെ കൊടുക്കുന്ന ഡയറ്ററി സപ്ലിമെന്റിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് സ്കിന്ന് പീൽ ചെയ്യുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ സംഗതി എളുപ്പമാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. തൊലിയൊക്കെ മാറ്റിയിട്ട് ഓരോ കണവ ഏകദേശം 600-700 ഗ്രാം ഉണ്ടായിരുന്നു. ഈ കണവയ്ക്കകത്ത് നിന്ന് കിട്ടിയ മുട്ട കണ്ടോ? ബിപിയും കൊളസ്ട്രോളും ഒക്കെ കുറയാൻ ഏറ്റവും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. കണവ ചെറുതായിട്ട് കട്ട് ചെയ്ത് 2-3 തവണ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള മസാല ഫ്രൈ റോസ്റ്റ് എങ്ങനെ പാചകം ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുക്കർ ഉപയോഗിച്ചുള്ള പാചകമാണ്. കണവയിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും തക്കാളിയും ചേർത്തിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കുരുമുളകിന്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് കുരുമുളക് പൊടിയും വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റോളം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങും. നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിൽ അടിച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുക്കാവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. അതാണ് അഡീഷണൽ ആയിട്ട് വെള്ളം ചേർക്കേണ്ടെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് ഈ കണവ കറിയായിട്ട് വേണേലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇത് കുറച്ച് ഫ്രൈ ടൈപ്പാണ് ഇഷ്ടം. ഇനി ഒരു 10-15 മിനിറ്റും കൂടെ വേണം ഇത് റെഡിയായി കിട്ടാൻ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കുക. വെള്ളം മാറി കുറച്ച് ഡ്രൈ ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്തൊക്കെ നല്ല ഒരു മണമായിരിക്കും. 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം പാൻ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളർ ഇതിന് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലുള്ള മേക്കിംഗ് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കണവ മാത്രമല്ല, പ്രോൺസ് കിട്ടിയാലും കുക്കർ ഉപയോഗിക്കാതെ നമുക്ക് ഈ ഒരു രീതിയിൽ പാചകം ചെയ്തെടുക്കാൻ പറ്റും. ഓവറായിട്ട് ഡ്രൈ ആവാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഓരോ കണവയുടെ പീസിലും മസാല നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. പുറത്ത് മാത്രമല്ല, കണവയുടെ ഉൾഭാഗത്തും മസാലയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള ഒരു മസാല ഫ്രൈ റോസ്റ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കപ്പയായിട്ടാണ് ഞാൻ കഴിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ എന്ത് കോമ്പിനേഷൻ ആണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. കൂടെ കുമ്പായ കൊമ്പൂച്ചയും കൂടെ എടുത്തു. ഈ ഒരു ഡ്രിങ്ക് പല ഫ്ലേവേഴ്സിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ്. നമ്മുടെ ഗട്ട് ഹെൽത്തിനും നല്ലതാണ്. കൂടാതെ ഡൈജഷനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു കുമ്പായ കൊമ്പൂച്ച കുടിക്കുമ്പോൾ നല്ല ഒരു ആശ്വാസമാണ്. അപ്പോൾ കണവ കിട്ടുമ്പോൾ നമ്മുടെ റെസിപ്പി ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.